പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, കർത്താവായ ഈശോ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നമ്മുടെ സന്നിധിയിൽ എഴുന്നള്ളി വന്നിരിക്കുക. ഈ പ്രാർത്ഥന കേൾക്കുന്ന എല്ലാ ഭവനങ്ങളും എല്ലാ വ്യക്തികളും ഇന്ന് അനുഗ്രഹിക്കപ്പെടുന്ന ദിവസമാണ്. ഇന്ന് ചൊവ്വാഴ്ച ഈ ദേവാലയത്തിൽ രാവിലെ മുതൽ തന്നെ ഈശോനെ എഴുന്നള്ളിച്ച് വെച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. എന്നാൽ ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 8:30 മണി വരെ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾക്ക് വേണ്ടി കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ നടക്കുന്ന ഡെലിവറൻസിൻ്റെ പ്രാർത്ഥന, ഇവിടെ നടക്കുന്ന രോഗശാന്തി പ്രാർത്ഥന, ഇവിടെ നടക്കാൻ പോകുന്ന വിശുദ്ധ അന്തോനീസിൻ്റെ അത്ഭുത തിരുശേഷിപ്പ് വണക്കത്തിൻ്റെ പ്രാർത്ഥന, നിങ്ങൾ സാധിക്കുന്ന എല്ലാവരെയും പറ്റുന്നവരെല്ലാവരെയും ഞാൻ ഈ ദേവാലയത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാ ചൊവ്വാഴ്ചകളിലും ഈ ശുശ്രൂഷ ഒരുക്കുക. അടുത്ത ചൊവ്വാഴ്ച നിങ്ങൾ നേരത്തെ ബുക്ക് ചെയ്താൽ അച്ഛനെ വന്ന് കാണാനും സംസാരിക്കാനും പ്രാർത്ഥനയിൽ പങ്കെടുക്കാനുമുള്ള സൗകര്യം നിങ്ങൾക്ക് കിട്ടും. പ്രിയപ്പെട്ടവർ, ദൂരെ നിന്ന് വരുന്നവർക്ക് രാത്രി താമസിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛൻ അടുത്തുള്ള ധ്യാന കേന്ദ്രത്തിൽ നിങ്ങളെ കൊണ്ടുപോയി ആക്കിത്തരും. അവിടെ ഒരു ദിവസം 100 രൂപ കൊടുത്താൽ അവിടെ താമസിക്കാനുള്ള സൗകര്യം കിട്ടും. നമ്മൾ ബെഡ്ഷീറ്റൊക്കെ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അപ്പം അങ്ങനെ പ്രാർത്ഥിച്ച് ഒരുങ്ങുന്നവർക്ക് വേണ്ടിയുള്ള അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. ഇനി അല്ല, അവിടെ റൂം വേണമെന്നുണ്ടെങ്കിൽ അവിടെ അച്ഛൻ AC റൂം 500 രൂപയ്ക്ക് തരാമെന്ന് ആ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ ആഗ്രഹിക്കുന്നവർക്കും അവിടെ പ്രാർത്ഥന കൂടി അച്ഛൻ അവിടെ കൊണ്ടുപോയി നിങ്ങളെ ആക്കിത്തരും. അപ്പം ദൂരെ നിന്ന് വരുന്നവർക്ക്, ഇനി അല്ല തിരികെ പോകേണ്ടവരെ ബസ് സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും ഇവിടെ നിന്ന് പ്രാർത്ഥന കഴിയുമ്പോൾ, നേർച്ച ഭക്ഷണം കഴിച്ചു കഴിയുമ്പോൾ നിങ്ങളെ റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലും കൊണ്ടുപോയി ആക്കിത്തരും. അപ്പം അനുഗ്രഹത്തിൻ്റെ നിമിഷമാണ് ഇന്ന് വൈകുന്നേരം. മക്കൾ, ഇന്ന് എന്ത് പ്രാർത്ഥിച്ചാലും സാധിച്ചു കിട്ടുക. ഇന്നൊരു കുടുംബം വന്ന് പറഞ്ഞത്, അച്ഛാ ഞങ്ങളുടെ പറമ്പ് ഇങ്ങനെ കുരുങ്ങിക്കിടക്കുക, ബിസിനസ് ചെയ്തിട്ട് വലിയ കടമുണ്ട്, ഞങ്ങൾ ഒരു കൂട്ടർക്ക് ഞങ്ങളുടെ പറമ്പ് വിറ്റ്, പക്ഷേ ഞങ്ങളുടെ പ്രശ്നങ്ങൾ മൂലമല്ല, മറ്റാരുടെ പ്രശ്നങ്ങൾ മൂലം ഇതാ ഞങ്ങളുടെ പറമ്പ് കുടുങ്ങിക്കിടക്കുക. അവർ പ്രാർത്ഥിച്ചപ്പോൾ അവരൊരു പ്രാർത്ഥിക്കുന്ന ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ മേൽ ശുദ്രപ്രയോഗമാണ്, സാത്താൻ സേവയാണ്, നിങ്ങളുടെ പറമ്പിനെ വീടിനെ ബന്ധിച്ചിട്ടിരിക്കുക. അപ്പം ഇന്ന് വൈകുന്നേരം വരുന്നവരോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, വരുമ്പോഴും നിങ്ങൾ കല്ലുപ്പും വെള്ളവും കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. അത് എക്സോർസിസം ചെയ്ത് യേശുവിൻ്റെ നാമത്തിൽ അവർക്ക് കൊണ്ടുപോയി അവരുടെ പറമ്പിൻ്റെ കെട്ടഴിക്കാൻ വേണ്ടി അവർക്ക് അവിടെ ഇടാൻ പറ്റും. അങ്ങനെ എത്രയോ കെട്ടുകൾ അഴിഞ്ഞിട്ടുണ്ട്, എത്രയോ വന്യമൃഗങ്ങൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ ക്ഷുദ്രജീവികൾ ബന്ധിക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ ക്ഷുദ്രപ്രയോഗക്കാർ തകർക്കപ്പെട്ടിട്ടുണ്ട്, എത്രയോ കുടുംബങ്ങളിൽ നിന്ന് ആദിവ്യാധികൾ വിട്ടുപോയിട്ടുണ്ട്, അകാരണ ഭയങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, മാനസിക രോഗങ്ങൾ വിട്ടുപോയിട്ടുണ്ട്, മദ്യപാനം വിട്ടുപോയിട്ടുണ്ട്. ഇന്ന് ഒരുപാട് മാതാപിതാക്കളും ജീവിത പങ്കാളികളൊക്കെ അവരുടെ ജീവിത പങ്കാളികളെ കൊണ്ടുവരുന്നത് മദ്യത്തിനടിമയായി മാനസിക രോഗം വന്ന് കുടുംബം തകരുന്ന അവസ്ഥ, ദുർമരണം അവരുടെ മുമ്പിൽ വരുന്ന, അവരുടെ സമ്പത്ത് തകർക്കാൻ, അവരുടെ ആരോഗ്യം തകർക്കാൻ, അവരുടെ കുടുംബം തകർക്കാനായിട്ട് സാത്താൻ ഇങ്ങനെ പലരുടെയും തലയിൽ നിൽക്കുന്നതായിട്ട് കാണുക. പ്രിയപ്പെട്ട മക്കളെ, ഈ പ്രാർത്ഥനയിൽ നിങ്ങൾ പങ്കെടുക്കുമ്പോൾ അത്തരത്തിലുള്ള പ്രതിഭാസങ്ങൾ നിങ്ങളുടെ കുടുംബങ്ങളുണ്ടെങ്കിൽ വിശ്വാസത്തോടെ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുമ്പോൾ സാത്താൻ നിങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വിട്ടുപോകും. മദ്യത്തിലൂടെ, ലഹരിയിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെ, മറ്റ് വ്യക്തികളിലൂടെ, തെറ്റായ കാര്യങ്ങളിലൂടെയൊക്കെ കടന്നു വന്നിട്ടുള്ള ഈ എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനുകൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ബന്ധിക്കപ്പെടുക, ശാസിക്കപ്പെടുക. ചില മക്കൾ വരും, അച്ഛൻ എനിക്ക് ജോലി തടസ്സങ്ങൾ, എന്ത് ചെയ്തിട്ടും ആഗ്രഹിക്കുന്ന ജോലി കിട്ടുന്നില്ല, എല്ലായിടത്തും തളർച്ച, സാമ്പത്തിക തളർച്ച, ആരോഗ്യ തളർച്ച, എല്ലാവരുടെ കുറ്റപ്പെടുത്തൽ, എന്ത് ചെയ്തിട്ടും ഉയരാൻ പറ്റാത്ത അവസ്ഥ. പലരുടെയും പ്രതിഭാസങ്ങളെന്ന് പറയുന്നത് സാധാരണ
നമ്മുടെ കണ്ണുകൊണ്ട് നോക്കിയാൽ ഒന്നും കാണാൻ പറ്റില്ല. പക്ഷെ ചിലരുടെ മേൽ കടന്നു വന്നിട്ടുള്ള ചാവുദോഷങ്ങള്, സർപ്പദോഷങ്ങള്, മാനസിക രോഗങ്ങള്, ക്ഷുദ്രപ്രയോഗങ്ങള്, കൂടോത്രങ്ങള്, അസൂയകള്, കണ്ണുവെക്കലുകള് ചില കുടുംബങ്ങളെയും ചില വ്യക്തികളെയും തടസ്സപ്പെടുത്തുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതൊക്കെ വിടുവിക്കാനായിട്ടാണ് ഈശോ വന്നത്, പരിശുദ്ധ കുർബാന വന്നത്. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങളുള്ളവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്, ഏറ്റവും വലിയ മരുന്നെന്ന് പറയുന്നത് ദിവ്യകാരുണ്യ ഈശോയാണ്. പ്രിയപ്പെട്ട മക്കളെ, ഈ അനുദിന ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ കൂടോത്രങ്ങള്, മന്ത്രവാദങ്ങള്, ആഭിചാരങ്ങള്, സർപ്പദോഷങ്ങള്, ചാവുദോഷങ്ങള് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങളുടെ തൊഴിൽ മേഖലയിൽ നിന്ന്, പറമ്പിൽ നിന്ന്, ജീവിത സാഹചര്യങ്ങളിൽ നിന്ന്, മദ്യപാനം മൂലം തകരുന്ന കുടുംബങ്ങൾക്ക് വിടുതൽ കിട്ടാനായിട്ട് ആ ബന്ധനങ്ങളിൽ നിന്ന് വിട്ടുമാറണം, ആ തകർച്ചകളിൽ നിന്ന് വിട്ടുമാറണം, ആ ബാധകളിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. ഇന്നൊരു പുതിയ ഉണർവ് നിങ്ങളുടെ വീട്ടിൽ കിട്ടണം. നിങ്ങൾ അതിനായി ആഗ്രഹിക്കണം, അതിനായി പലതവണ ഈ പ്രാർത്ഥന കേൾക്കണം. കർത്താവേ, 90 ദിവസങ്ങൾ രാവിലെയും വൈകുന്നേരം ഈ പ്രാർത്ഥന കേട്ട് നിയോഗങ്ങൾ സമർപ്പിക്കുന്ന ഒരുപാട് മക്കളുണ്ട്. പ്രത്യേകിച്ച് ഒരു മകൻ എന്നെ വിളിച്ചത്, അച്ഛാ, എൻ്റെ മക്കളുടെ ജീവിതത്തിലെ ഭയങ്കര ബന്ധനമാണ്. പ്രത്യേകിച്ച് ഇളയ കുഞ്ഞ്, അവർക്ക് പഠിക്കാൻ പറ്റുന്നില്ല, അവിടെ പഠനം ബ്ലോക്കായി പോകുന്നു. നല്ല കുഞ്ഞാണ്, പക്ഷെ നിരന്തരമായ രോഗങ്ങൾ, ക്ലാസ്സിൽ പോകാൻ പറ്റുന്നില്ല, പെട്ടെന്ന് പല കാര്യങ്ങളും ബ്ലോക്കായി കിടക്കുക. ഇന്നൊരു വിടുതൽ ആഗ്രഹിക്കുകയാണ് അവർ. യേശുവിന് വിടുതൽ തരാൻ സാധിക്കും. കർത്താവ് യേശുവിൻ്റെ ശക്തി അത്തരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ കുടുംബങ്ങളിലേക്ക് കടന്നു ചെന്ന് അവരുടെ മക്കളുടെ മേൽ ആവസിച്ചിരിക്കുന്ന തടസ്സങ്ങള്, ബാധകള്, ക്ഷുദ്രപ്രയോഗങ്ങള്, ആഭിചാരം മൂലമുള്ള ബന്ധനങ്ങള്, അസൂയ മൂലമുള്ള ബന്ധനങ്ങള്, കണ്ണുവെക്കൽ മൂലമുള്ള ബന്ധനങ്ങള്, ചില ചാവുദോഷങ്ങള് യേശുവിൻ്റെ നാമത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. പ്രിയപ്പെട്ടവർ, ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന വചനഭാഗം എന്ന് പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം 1 മുതലുള്ള 6 വരെയുള്ള വചനങ്ങളാണ്. വലിയ വചനമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. പക്ഷെ നമ്മൾ വായിക്കുന്നത് ആ സൗഖ്യത്തിൻ്റെ അനുഭവമാണ്. ഒരു സാബത്ത് ദിവസം സിനഗോഗില് കൈ ശോഷിച്ച ഒരാള്, ഈ കൈ ശോഷിച്ചെന്നാണ് നമ്മുടെ പലരുടെ ജീവിതാവസ്ഥയാണ്. നമ്മുടെ ജീവിതം ശോഷിക്കപ്പെട്ടിരിക്കുക, നമ്മുടെ സമ്പത്ത് ശോഷിക്കപ്പെട്ടിരിക്കുക, നമ്മുടെ ജീവൻ ശോഷിക്കപ്പെട്ടിരിക്കുക, നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, നമ്മൾ തളർന്നിരിക്കുക. ഇനി ഒന്നേന്ന് തുടങ്ങണം. ഇതിന് മാനുഷികമായിട്ട് അസാധ്യമാണ് തുടങ്ങാൻ, എന്നാൽ ദൈവത്തിന് സാധ്യമാണ്. അതാണ് സിനഗോഗിൽ വെച്ച് നടക്കുന്ന സംഭവം. അത്തരത്തിലൊരാള് ഈശോയുടെ അടുത്ത് നോക്കിയപ്പോൾ അവന് സൗഖ്യം കൊടുക്കുന്നുണ്ടോ എന്ന് ഉറ്റു നോക്കി പലരും ഉണ്ടായി. ഇവൻ രക്ഷപ്പെടുവോ? നമ്മുടെ ചുറ്റും പലരും ഉണ്ടാകും. ഇവൻ ഒരിക്കലും രക്ഷപ്പെടാൻ, നമ്മൾ രക്ഷപ്പെടാൻ ആഗ്രഹിക്കാത്ത പലരും, ഒളിഞ്ഞിരിക്കുന്ന ശത്രുക്കളും പ്രകൃതി വിരുദ്ധ ശക്തികളും നമ്മുടെ ജീവിതത്തിന് ചുറ്റുമുണ്ടാകും. എന്നാൽ നിങ്ങളുടെ ശോഷിപ്പുകളെ, നിങ്ങളുടെ തടസ്സങ്ങളെ, ബന്ധനങ്ങളെ വിടുതൽ കൊടുക്കാൻ കഴിവുള്ളവനാണ് ദിവ്യകാരുണ്യ ഈശോ. ആമേൻ. ആ ഈശോ ഇന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകിയ വചനം കേട്ടോ മക്കളെ. വചനം പറയുകയാണ്, ഈശോ കൈ ശോഷിച്ചവനോട് അവൻ പറഞ്ഞു, എഴുന്നേറ്റ് നടുവിലേക്ക് വരൂ, എല്ലാവരും കാണട്ടെ. മർക്കോസ് 3-ാം അധ്യായം 3-ാമത്തെ തിരുവചനം. അവൻ എഴുന്നേറ്റ് നടുവിലേക്ക് വന്നു. അനന്തരം അവൻ അവരോട് ചോദിച്ചു, സാപത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് നിയമാനുസൃതം? തിന്മയുടെ ശക്തികൾ നിശബ്ദരായിരുന്നു. കാരണം അവരുടെ ഹൃദയകാഠിന്യത്തിൽ ദുഃഖിച്ച് അവരെ ക്രോധത്തോടെ നോക്കിക്കൊണ്ട് യേശു അവനോട് പറഞ്ഞു, കൈ നീട്ടുക. അവൻ കൈ നീട്ടി സുഖപ്പെട്ടു. ഇന്ന് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലൂടെ നിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ശോഷിക്കപ്പെട്ടിരിക്കുന്ന ജീവിതത്തിലെ മേഖലകള്, സാമ്പത്തിക മേഖല, തൊഴിൽ മേഖല, കുഞ്ഞുങ്ങളുടെ പഠന മേഖല, ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ, കലഹങ്ങള്, സാമ്പത്തിക തകർച്ച, കുടുംബ തകർച്ച, യാത്രവേളയിലെ ബന്ധനങ്ങള്, വിസയുടെ തടസ്സങ്ങള്,
ജീവിക്കാൻ പറ്റാത്ത അവസ്ഥകൾ ശോഷിച്ചിരിക്കുക. ഇത് ഇന്ന് നിന്നോട് ഈശോ പറയുക, നീ കൈ നീട്ട്, നിന്റെ ആ ശോഷിപ്പ് യേശുവിൻ്റെ നേരെ നീട്ട്, ആ ശോഷിപ്പ് തമ്പുരാന്റെ നേരെ നീട്ട്. ഇതാ വലിയ അത്ഭുതം നടക്കാൻ പോകുകയാണെന്ന്. യേശുനാമത്തിന്റെ ശക്തി, യേശുവിന്റെ അധികാരത്തിന്റെ ശക്തി, കത്തോലിക്ക സഭയുടെ ശക്തി, പരിശുദ്ധ കുർബാനയുടെ ശക്തി നിന്റെ മേൽ ആവസിക്കാൻ പോകുക. കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ സ്തുതിച്ച് മക്കളെ പൊര സ്തുതിച്ച് വിശ്വാസത്തോടെ കെട്ടുകൾ പൊട്ടട്ടെ, ബന്ധനങ്ങൾ തകരട്ടെ, അസ്വസ്ഥതകൾ ആകുലതകൾ തകർക്കുന്ന പൊന്നു തമ്പുരാൻ തൻ്റെ പരിശുദ്ധാത്മാവിനെ നമ്മുടെ മേൽ അയച്ച് അത്ഭുതകരമായി വിടുതൽ നൽകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ആകാശത്തിൻ്റെ ദൈവമേ, ഭൂമിയുടെ ദൈവമേ, മാലാഖമാരുടെ ദൈവമേ, മുഖ്യദൂതന്മാരുടെ ദൈവമേ, ബാവമാരുടെ ദൈവമേ, ദീർഘദർശികളുടെ ദൈവമേ, സ്ത്രീയന്മാരുടെ ദൈവമേ, വേദസാക്ഷികളുടെ ദൈവമേ, വന്ദകന്മാരുടെ ദൈവമേ, കന്യകളുടെ ദൈവമേ, മരണത്തിന് ശേഷം ആയുസ് കൊടുപ്പാനും അധ്വാനത്തിന് ശേഷം ആശ്വാസം പ്രദാനം ചെയ്യാൻ ശക്തിയുള്ളവനായ ദൈവമേ, നീയല്ലാതെ വേറെ ദൈവമില്ലാത്തതിനാലും ഉണ്ടാകാൻ പാടില്ലാത്തതിനാലും സകലത്തിൻ്റെ സൃഷ്ടാവ് അങ്ങ് തന്നെ ആയതിനാലും അങ്ങേ രാജ്യത്തിന് യാതൊരു അറുതിയില്ലാത്തതിനാലും അങ്ങേ മഹത്വമുള്ള പ്രഭയുടെ മുമ്പാകെ എളിമപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ ജീവിതത്തെ, പറമ്പിനെ, വസ്തുവകകളെ പിശാചിൻ്റെ സകല ക്രൂരതകളിൽ നിന്നും കഠിനമായ ദുഷ്ടതകളിൽ നിന്നും ഈ മക്കൾക്ക് വിടുതൽ കൊടുത്ത് അത്ഭുതകരമായ സൗഖ്യം കിട്ടട്ടെ. ബന്ധനങ്ങള്, ബാധകള്, ആസക്തികള്, പൈശാചിക പീഡകള്, മദ്യപാനം, ലഹരി, പൈശാചിക ബന്ധനങ്ങൾ യേശുക്രിസ്തുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഇന്ന് ഇപ്പോൾ ഇവിടെ വെച്ച് വിട്ടുമാറട്ടെ. കരമുയർത്തി സ്തുതിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഈശോയെ ആരാധന, യേശുവേ നന്ദി. പ്രിയപ്പെട്ട മക്കളെ, അടുത്ത ചൊവ്വാഴ്ച ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ, അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നവർ നേരത്തെ തന്നെ മുൻകൂട്ടി ബുക്ക് ചെയ്യണം. താമസ സൗകര്യം വേണ്ടവരും നേരത്തെ തന്നെ ബുക്ക് ചെയ്യണം. സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ പ്രാർത്ഥന നിങ്ങൾ പറ്റുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. കാരണം ഇതൊരു ശുശ്രൂഷയാണ്, ഇതൊരു മിനിസ്ട്രിയാണ്. കാരണം ലോകത്തെ ഇരുട്ട് പിടികൂടിയിരിക്കുന്ന ആയതിനാൽ ഒരു വിടുതലിൻ്റെ ശുശ്രൂഷ ദൈവം ആഗ്രഹിക്കുകയാണ്. ഈ കാലഘട്ടത്തിൽ ഈ പ്രാർത്ഥന നിങ്ങൾ മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ ഈ സുവിശേഷ വേലയിൽ നിങ്ങളും പങ്കുചേരുകയാണ്. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.